ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലൂടെ പോകുമ്പോൾ മണലി ജംഗ്ഷനിലുള്ള കടൽ റെസ്റ്റോറന്റിലാണ്. പേര് കേട്ടാൽ നമുക്കൊരു കംപ്ലീറ്റ് സീ ഫുഡ് റെസ്റ്റോറന്റ് ആണെന്നാണ് തോന്നുക. പക്ഷെ ഇത് പലതരത്തിലുള്ള വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഔട്ട്സൈഡ് ആംബിയൻസ് ഒക്കെ ഒന്ന് നടന്ന് കാണാം. ആദ്യം കാണുന്നത് തന്നെ റൈറ്റ് സൈഡിൽ ഇവരുടെ ഒരു പാർസൽ കൗണ്ടർ ആണ്. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഔട്ട്ഡോർ സീറ്റിംഗ് കാണാം. പിന്നെ കണ്ണിനൊരു കുളിർമ കിട്ടാൻ വേണ്ടി വഴിനീളെ പോട്ടഡ് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. അതേപോലെ വെർട്ടിക്കൽ ഗാർഡൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള മെറിഗോ റൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. റെസ്റ്റോറന്റ് തുറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ആരും അധികം ഉണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ മൊത്തം ഒരു നീലമയമാണ്. അതായത് ശരിക്കും കടലിൽ ചെന്ന് പെട്ടൊരു ഫീലിംഗ് ആണ് കിട്ടിയത്. സീറ്റ്സ് ആയാലും വോളായാലും എല്ലാം ആ ഒരു സീ ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഈ റെസ്റ്റോറന്റിന്റെ പേരിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു തീം കളർ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നതിന് ശേഷം ഇവരുടെ ടേബിൾ മാറ്റ് വിരിച്ചപ്പോ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇവരുടെ എല്ലാ മസ്റ്റ് ട്രൈ ഐറ്റംസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവരുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവരുടെ കടൽ സദ്യ സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമേ കിട്ടൂ. ഇവരുടെ മെനുവിൽ ആദ്യത്തെ 2 പേജസും ഇവരുടെ കടൽ സ്പെഷ്യൽ ഐറ്റംസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഹരിശ്രീ അശോകൻ ചേട്ടന്റെ പടവും അതേപോലെ ഫ്ലോ ചാർട്ടും ഒക്കെ ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് തോന്നി. പിന്നെ അങ്ങോട്ട് ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിൽ എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട്. സൂപ്പ്, സാലഡ്സ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസും ഉണ്ട്. സീ ഫുഡിൽ തന്നെ ഫിഷ് കൂടാതെ സ്ക്വിഡ്, പ്രോൺസ്, മസിൽസ്, ക്രാബ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ചിക്കൻ, ബീഫ്, എഗ്ഗിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ വെജിറ്റേറിയൻസിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. പിന്നെ റൈസ്, ബിരിയാണി, പുട്ട്, പലതരം ബ്രെഡ്സ്, ചൈനീസ് ഐറ്റംസ്, ഡെസേർട്സ്, മൊയ്ത്തോസ്, ഷേക്സ്, ജ്യൂസസ്, ടീ എല്ലാം വരുന്നുണ്ട്. മെനു നോക്കി കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഓർഡർ ചെയ്തതിനു ശേഷം നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ജനങ്ങളെ കൊണ്ട് ഇരമ്പുന്ന ഒരു കടൽ പോലെയാണ് പിന്നെ ഫീൽ ചെയ്തത്. അത്രയ്ക്കും തിരക്കായിരുന്നു. ഇതുകൂടാതെ കുറച്ച് പേര് സീറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഒരു കണക്കിന് നമ്മൾ നേരത്തെ വന്നത് വളരെ നല്ലതായി തോന്നി. കാരണം അല്ലെങ്കിൽ നമ്മളും ഇതേപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് ഹൗസ്ഫുൾ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയി വന്ന് ഡൈൻ ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. അധികം താമസിയാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തെല്ലാം ഓരോന്നായി എത്തിത്തുടങ്ങി. മീൽസ് വന്നിട്ടുണ്ട്, ഒരു കിഴി വന്നിട്ടുണ്ട്, പിന്നെ ഒരു പൊറോട്ട വന്നിട്ടുണ്ട്, കറി വന്നിട്ടുണ്ട്, 2 ഫ്രൈഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്, ഒരു അച്ചാർ വന്നിട്ടുണ്ട്, പിന്നെ റൈത്ത അല്ലെങ്കിൽ കച്ചമ്പർ വന്നിട്ടുണ്ട്, പിന്നെ ഒരു കറിയും കൂടി വന്നിട്ടുണ്ട്, പിന്നെ ഒരു കിഴിയും കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം 3 സൈഡ്സ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ചട്ടിച്ചോറും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഫിഷ് കറി മീൽസിൽ നിന്നും തുടങ്ങാം. ഇതിൽ പായസം വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട്, ചമ്മന്തി വരുന്നുണ്ട്, അച്ചാർ വരുന്നുണ്ട്, പിന്നെ പുളിശ്ശേരി വരുന്നുണ്ട്, മോര് വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, തോരൻ വരുന്നുണ്ട്, പിന്നെ ഫിഷ് കറി വരുന്നുണ്ട്, പപ്പടം വരുന്നുണ്ട്, കൊണ്ടാട്ടമുളകും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മീൻകറി എടുത്ത് ഒഴിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് തോരൻ എടുത്തിടാം. പിന്നെ അതിലേക്ക് കുറച്ച് പുളിശ്ശേരി എടുത്തിടാം. പിന്നെ അതിലേക്ക് കുറച്ച് അച്ചാർ എടുത്തിടാം. പിന്നെ അതിലേക്ക് കുറച്ച് ചമ്മന്തി എടുത്തിടാം. പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിക്കാം. പിന്നെ ലേശം പപ്പടം പൊട്ടിച്ച് അതിലേക്ക് കൂട്ടിക്കുഴച്ച് ഇതെല്ലാം കൂടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഈ ഒരു റേറ്റിന് നല്ല അസൽ ഊണാണ്. വെറുതെ അല്ല ഇവിടെ ഊണിന് ഇത്രയും തിരക്കുള്ളത്. അപ്പൊ ഇതിലുള്ള മീൻ കറിയിൽ അത്യാവശ്യത്തിന് നല്ല വലിയ കഷ്ണം മീൻ തന്നെയുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞത് മാർക്കറ്റിൽ അഫോർഡബിൾ ആയി അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. കൊള്ളാം, നല്ല ഫ്രഷ് മീനാണ്. ഇനി നമുക്ക് ഇവരുടെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൊടിയുള്ള രസം. അടുത്തത് നമുക്ക് ഇതിലുള്ള പായസം ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല അസല് പരിപ്പ് പായസമാണ്. അപ്പൊ നേരത്തെ സൈഡ്സുമായിട്ട് കിഴിയിൽ വന്നത് ഇവരുടെ പൊതിച്ചോറാണ്. അപ്പൊ നമുക്ക് ഈ പൊതിച്ചോറൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോ തന്നെ നല്ല ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്ത ആ ഒരു കമ്പൈൻഡ് അരോമ. അപ്പൊ ഇതിൽ ഓംലെറ്റ് വരുന്നുണ്ട്, മീൻ പൊരിച്ചത് വരുന്നുണ്ട്, മീൻ പീര വരുന്നുണ്ട്, പിന്നെ ചമ്മന്തി വരുന്നുണ്ട്, അച്ചാറ് വരുന്നുണ്ട്, തോരൻ വരുന്നുണ്ട്, കൊണ്ടാട്ടമുളക് വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ കൂടെയും രസവും മീൻകറിയും പായസവും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോറിലേക്ക് കുറച്ച് ചമ്മന്തി, അതേപോലെ കുറച്ച് തോരൻ, പിന്നെ മുട്ടയുടെ ഒരു ചെറിയ പീസ്, കുറച്ച് മീൻ പീര, പിന്നെ കുറച്ച് അച്ചാറ്, അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാം. പൊതിച്ചോറ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് ആ കമ്പൈൻ ഫ്ലേവറിനെക്കാളും എനിക്ക് കൂടുതൽ കിട്ടിയത് ആ ചമ്മന്തിയുടെ ഫ്ലേവറാണ്. ഇനി ഇതിലുള്ള മീൻ പൊരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിച്ചു നോക്കിയിട്ട് ഒരു അയല ഫ്രൈ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന മീൻ കറിയിൽ കഷ്ണമില്ലാന്ന് തോന്നുന്നു, പക്ഷെ അതേ കറി തന്നെയാണ്. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ നല്ലൊരു അയല തവ ഫ്രൈ വന്നിട്ടുണ്ട്. അതിന് ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. കണ്ടിട്ട് നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല മസാല പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് തവ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മേലെ സവോളയും കുക്കുംബറൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ മീനിന്റെ ഒരു കഷ്ണം എടുത്ത് കുക്കുംബറും സവോളയും കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു തവ ഫ്രൈ തന്നെയാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇവരുടെ നൂൽ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നല്ല ഫൈൻ ക്വാളിറ്റി നൂൽ പൊറോട്ട തന്നെയായിരുന്നു. അതായത് ശരിക്കും നൂല് പോലെ തന്നെയായിരുന്നു. പൊറോട്ട കൂട്ടി കഴിക്കാൻ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ വഞ്ചിക്കാരൻ ഫിഷ് കറിയിൽ നിന്നും കുറച്ചെടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യത്തിന് നല്ല വലിയ സൈസുള്ള 2 കഷ്ണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മീൻ മുളകിട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു മീൻ കഷ്ണം എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കഴമ്പുള്ള മീന് പോലെയാണ് ഫീൽ ചെയ്തത്, അതായത് ഒരു കേര പോലെ. അപ്പൊ നമുക്ക് ആ പൊറോട്ട പിച്ചി ആ മീൻ കഷ്ണവും കൂട്ടി ആ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല അസല് മീൻ മുളകിട്ടത് തന്നെയാണ്. അതേപോലെ പൊറോട്ട നല്ല പൊറോട്ട. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നതാണ് ഈ കിഡിലൻ കൊഴുവ ഫ്രൈ. ശരിക്കും നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മൊരിഞ്ഞ കൊഴുവ ഫ്രൈ. അതേപോലെ അതില് മൊരിഞ്ഞ സവോളയും വരുന്നുണ്ട്, അതേപോലെ റോ സവോളയും വരുന്നുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തും വേപ്പിലയും ഒക്കെ ഇട്ട് നന്നായി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൊഴുവ ഫ്രൈ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിഡിലൻ ക്രിസ്പി കൊഴുവ ഫ്രൈ. അടുത്തത് നമുക്ക് ഇവരുടെ ഫിഷ് മാംഗോ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ അത്യാവശ്യത്തിന് പീസ് വരുന്നുണ്ട്. പിന്നെ ഇതും ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫിഷ് ആണെന്ന് വെച്ചാൽ അതായിരിക്കും തരാം. അപ്പൊ നമുക്ക് ഇതിലത്തെ ഒരു ഫിഷ് പീസ് എടുത്ത് കുറച്ച് കറിയും എടുത്ത്, ഇതിലും കേര തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ഡീസന്റ് ഫിഷ് മാംഗോ കറി. ഫിഷ് മാംഗോ കറി ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ പ്രോൺസ് ഡ്രൈ ഫ്രൈ ആണ്. ഇതും നല്ല ടെംപ്റ്റിംഗ് ലുക്ക് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല കിഡിലൻ പ്രോൺസ് ഫ്രൈ. നേരത്തെ കഴിച്ച കൊഴുവ ഫ്രൈയിലുള്ള അതേ മാരിനേഷൻ തന്നെയാണ്. നല്ല ഫ്രഷ് പ്രോൺസ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ ആ മൊരിഞ്ഞ സവോളയും അതേപോലെ നോർമൽ സവോളയും തേങ്ങാക്കൊത്തും കുക്കുംബറും ഒക്കെ കൂടി നല്ലൊരു കിഡിലൻ കോമ്പിനേഷൻ. പ്രോൺസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. സീ ഫുഡിൽ മീൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ക്വിഡ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ സ്ക്വിഡ് ഡ്രൈ ഫ്രൈ. കണ്ടിട്ട് ഒരു സെമി റോസ്റ്റ് മോഡൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും നൂൽ പൊറോട്ട കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല കിഡിലൻ സ്ക്വിഡ് ഫ്രൈ. അതായത് കുറച്ച് സെമി ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് പൊറോട്ട കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഫിഷ് ചട്ടിച്ചോറാണ്. എന്തൊരു എടുപ്പാണെന്ന് നോക്കിയേ. ഇതിൽ പപ്പടവും കൊണ്ടാട്ടമുളകും കൂടാതെ കൂന്തൽ റോസ്റ്റ് വരുന്നുണ്ട്, സാധാ മീൻകറി വരുന്നുണ്ട്, ഫിഷ് ഫ്രൈ വരുന്നുണ്ട്, അവിയൽ വരുന്നുണ്ട്, തോരൻ വരുന്നുണ്ട്, ചമ്മന്തി വരുന്നുണ്ട്, പുളിശ്ശേരി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം, പിന്നെ കുറച്ച് കൂന്തൽ എടുക്കാം, പിന്നെ ആ മീൻ കഷ്ണത്തിന് കുറച്ച് പൊട്ടിച്ചെടുക്കാം, പിന്നെ തോരൻ എടുക്കാം, അവിയൽ എടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു ചട്ടിച്ചോറാണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലുള്ള ആ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് ഇതൊരു അയില ഫ്രൈ ആണ് തോന്നുന്നു. അപ്പൊ അയില ഫ്രൈയും പപ്പടം നേരത്തെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂട്ടി കുഴച്ച് നമുക്കൊരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ചട്ടിച്ചോർ ഫാൻസിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത് നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കഴിക്കാൻ പോകുന്നത്. ഇതാണ് ഇവരുടെ കടൽ സ്പെഷ്യൽ സീ ഫുഡ് കിഴി ബിരിയാണി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കഴിക്കുന്നത്. അതായത് സീ ഫുഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചധികം ഐറ്റംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ കൂന്തൽ വരുന്നുണ്ട്, പിന്നെയും കുറച്ച് ചകഞ്ഞ് നോക്കിയപ്പോ ചെമ്മീൻ കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടി ഒന്ന് ചകഞ്ഞ് നോക്കിയപ്പോ നല്ല വലിയ മീൻ കഷ്ണം കിട്ടി. ഇതെല്ലാം കൂടാതെ ഇഷ്ടം പോലെ മസാലയും വരുന്നുണ്ട്, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ലേശം റൈത്ത എടുത്ത് ഒഴിക്കാം. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂന്തളും മീനും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ആ മിക്സഡ് സീ ഫുഡും അതിന്റെ കൂടെയുള്ള മസാലയൊക്കെ ആയിട്ട് നല്ല കിഡിലൻ ബിരിയാണി ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും അവസാനം എത്തിയ ഫുഡ് ഈ ഫിഷ് പൊള്ളിച്ചതാണ്.
ഇതിൽ പല ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് കരിമീനാണ്. അപ്പൊ ഇതും ആസ് പെർ സൈസ് ആണ് റേറ്റ് വരുന്നത്. ഏറ്റവും ചെറിയ കരിമീൻ എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടാലറിയാം നല്ല സ്പൈസി മസാല തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു ഫിഷ് പൊള്ളിച്ചതാണെന്ന്. അപ്പൊ ആ മസാല ഒക്കെ വടിച്ചു മാറ്റി നമുക്ക് കരിമീന്റെ കുറച്ച് ചെറിയ കഷ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കാം. ഇതിന്റെ കൂടെ ആ മസാലയും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സ്പൈസി ഫിഷ് പൊള്ളിച്ചതാണ്. അപ്പൊ ഇന്നത്തെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ടായിട്ട് പറഞ്ഞത് ഈ രണ്ട് ഐറ്റംസ് ആണ്. ഇതാണ് ഇവരുടെ ഫലൂഡ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല കളർഫുൾ ഫലൂഡ. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് 4 തരം സ്കൂപ്പ് കാണാം. അതായത് ആദ്യത്തിൽ സ്ട്രോബെറി വരുന്നുണ്ട്, പിന്നെ അതിന്റെ താഴെ പിസ്ത വരുന്നുണ്ട്, പിന്നെ അതിന് താഴെ മാംഗോ വരുന്നുണ്ട്, ഏറ്റവും താഴെ വനില ഐസ്ക്രീമും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഒരുപാട് നട്ട്സ് ഉണ്ട്, അതേപോലെ കോൺഫ്ലേക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വർത്ത് ദ റേറ്റ് ഫലൂഡ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞത് ഇത്രയും അട്രാക്റ്റീവ് റേറ്റിനുള്ള ഒരു അവിൽ മിൽക്ക് ഷേക്ക് ആണ്. 80 റുപ്പീസിന് ഇത്ര നല്ല ക്വാണ്ടിറ്റി വേറെ എവിടെയും തന്നെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല വനില ഐസ്ക്രീമും അതേപോലെ പഴവും അവിലൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കിഡിലൻ അവിൽ മിൽക്ക് ഷേക്ക് ആണ്. കുറച്ചും കൂടി ഡിഗ് ചെയ്തപ്പോ ഇഷ്ടം പോലെ നട്ട്സും കിട്ടി. അപ്പൊ ഇത് അവിൽ മിൽക്ക് ഷേക്ക് ലവേഴ്സിന് ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പൊ ഇത്രയും കഴിച്ചു കഴിഞ്ഞ് ദാഹിച്ചപ്പോ പറഞ്ഞതാണ് ഇവരുടെ ഒരു മൊഹിത്തോ. അപ്പൊ ഇതാണ് ഇവരുടെ പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ. മൊഹിത്തോസിനൊക്കെ ഒരേ റേറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം. നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് മൊഹിത്തോ തന്നെയാണ്. നല്ല ചിൽഡായി സെർവ് ചെയ്ത്. അപ്പൊ ഇന്നത്തെ ഒരു ഗംഭീര ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഉച്ചയ്ക്ക് വന്നത് കൊണ്ട് ഞങ്ങൾ മെയിൻ ആയിട്ടും ഇവരുടെ നാടൻ വിഭവങ്ങളാണ് ട്രൈ ചെയ്തത്. ഇവിടെ ഇത് കൂടാതെ ഇഷ്ടം പോലെ മൾട്ടി കുസീൻ ഫുഡ് ഐറ്റംസ് വേറെ ഉണ്ട്. ഇവിടെ എപ്പോ നോക്കിയാലും ജനങ്ങളുടെ തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നേ ഇല്ല. ഇപ്പൊ ഏകദേശം 3 മണി ആയിട്ടുണ്ട്, എന്നിട്ടും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുറച്ചു പേര് വെയിറ്റിംഗിലുമുണ്ട്. ഇത്രയും നല്ല വിഭവസമൃദ്ധമായ സീ ഫുഡ് വളരെ അഫോർഡബിൾ റേറ്റ്സിൽ നല്ല വിശാലമായ ആംബിയൻസിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ ആയി വന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ പാർക്കിങ്ങിന്റെ കാര്യത്തിലായാലും ഒരു ടെൻഷനും വേണ്ട. അതായത് തൊട്ടപ്പുറത്ത് ഒരു വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഈവനിങ്ങിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുറത്തു വന്നിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.